Hello guys, Assalamu alaikum. Welcome back to Ginu Spicy World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 500 ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ചെമ്മീൻ ഞാനിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഇത് വേവിക്കാൻ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ വേവിക്കാൻ എടുത്തിട്ടുള്ള വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തത്, 500 ജീരകശാല റൈസ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെമ്മീൻ വേവിച്ച വെള്ളം, വറുത്ത സവാള, ഓയിൽ, മുളക് പൊടി, നെയ്യ്, ഉലുവ ജീരകം പൊടിച്ചത്, 2 തക്കാളി, തൈര്, മല്ലിയില, പുതിനയില, ബിരിയാണി ഇല, ഹോൾ സ്പൈസസ്, നാരങ്ങ, ക്യാരറ്റ്, ചില്ലി പേസ്റ്റ്. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. പാൻ ചൂടായ ശേഷം നമുക്കതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മെൽറ്റായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈസ് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ ഡബിളാണ് ഞാനിപ്പോൾ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്ന സമയത്ത് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ല ആ ഒരു ഗ്ലാസ് ചെമ്മീൻ വേവിച്ച വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, സവാള ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചില്ലി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ ജീരകം പൊടിച്ചത്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം വെന്ത് വരാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീൻ വേണമെങ്കിൽ നമുക്കൊന്ന് പൊരിച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം പുളിയില്ല തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മല്ലിയില, പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ റൈസിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ റൈസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാഷ്യൂനട്ട്സ് ആൻഡ് റൈസസും പിന്നെ ആ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള സവോളയും കൂടെ
ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.